ഭക്തജനങ്ങളെ, സഹനത്തിന്റെ തീച്ചൂളയിലൂടെ നടന്ന് സ്നേഹത്തിന്റെ പുഷ്പങ്ങൾ വിരിയിച്ച് അനേകായിരങ്ങളെ വിശ്വാസത്തിന്റെ പാതയിലൂടെ നയിച്ച വിശുദ്ധ അൽഫോൻസാമയുടെ ജീവചരിത്രം ആസ്പദമാക്കി സെന്റ് അൽഫോൻസ ബാൾട്ടിമോർ ചർച്ച് അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ ദൃശ്യാവിഷ്കാരം നിങ്ങളുടെ അനുഗ്രഹാശിസുകളോടെ ഞങ്ങൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. സ്നേഹപ്പൂക്കൾ. ആരെ കാണാനാ? എന്താ വേണ്ടേ? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞങ്ങൾ സിസ്റ്റർ അൽഫോൻസയെ കാണാൻ വന്നതാണ്. എന്റെ പേര് ലക്ഷ്മി, ഇത് തൊമ്മിച്ചൻ. ഇതിപ്പോ നിങ്ങളെയും കൂട്ടി 6ാമത്തെ കൂട്ടരാണ് ഈ അൽഫോൻസായെ കാണാൻ ഇന്ന് വരുന്നത്. അല്ല, എന്നാത്തിനായിപ്പോ അൽഫോൻസായെ കാണുന്നത്? അത് നേരിട്ട് പറയാനുള്ള കാര്യമാണ്. ഒന്ന് വിളിക്കുവോ പ്ലീസ്? ശരി, നോക്കട്ടെ. ഇത്രയും വർഷങ്ങളായിട്ട് എന്നെ കാണാൻ വല്ലപ്പോഴും എന്റെ ഒരു സഹോദരൻ ഒന്ന് വന്നാലായി. ഇതിപ്പോ ഇത് എവിടുത്തെ കന്യാസ്ത്രീയാണോ? ആരാ എന്നെ കാണാൻ വന്നിരിക്കുന്നത്? അല്ല, ഇത് ആര്? എന്റെ ലക്ഷ്മിയോ? അന്നക്കുട്ടിയെ അല്ല, ക്ഷമിക്കണം. സിസ്റ്റർ അൽഫോൻസായെ ഈ വേഷത്തിൽ കാണാൻ നല്ല രസമായിരിക്കുന്നു. എന്തായാലും നിന്റെ മണവാളൻ നിന്റെ പ്രാർത്ഥന കേട്ടല്ലോ, അത് മതി. അല്ല, ഇതാരാ ലക്ഷ്മി? എനിക്ക് മനസ്സിലായില്ലല്ലോ. ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ. ഒരു ക്ലൂ തരാം. 10-12 വർഷം പുറകോട്ട് നടക്കണം. അതായത് നമ്മളുടെ സ്കൂൾ കുട്ടിക്കാലം. ഇനിയും മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി പറയാം. പൂത്തു നിൽക്കുന്ന നെൽപ്പാടം, നടപ്പുവഴി, ചേറിൽ തള്ളിയിട്ടത്. അയ്യോ, തൊമ്മിച്ചൻ! അതെ അതെ, വർഷങ്ങൾക്ക് ശേഷവും എന്നെ മനസ്സിലായല്ലോ. ഒത്തിരി സന്തോഷമുണ്ട്. ക്ഷമിക്കണം അൽഫോൻസ, കുട്ടിക്കാലത്തിന്റെ കുസൃതിയിൽ ഞാൻ പലതവണ സിസ്റ്ററെ വേദനിപ്പിച്ചിട്ടുണ്ട്. സിസ്റ്റർ എന്നോട് ക്ഷമിക്കണം. അൽഫോൻസയെ മനസ്സിലാക്കാൻ ഞാൻ വൈകിപ്പോയി. മറ്റുള്ളവർ സിസ്റ്ററെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് സിസ്റ്ററെ നേരിൽ കാണണമെന്ന് തോന്നി. അയ്യോ സഹോദര, എന്നോട് ക്ഷമ ചോദിക്കാൻ ഞാൻ ആരുമല്ല. കുട്ടിക്കാലത്തെ തമാശകളൊന്നും ഞാൻ കാര്യമായി എടുത്തിട്ടുമില്ല. എന്തായാലും എന്നെ കാണാൻ വന്നല്ലോ, വളരെ സന്തോഷമായി. അയ്യോ, വർത്തമാനം പറഞ്ഞു നിന്ന് നിങ്ങൾക്ക് കുടിക്കാൻ എടുക്കാൻ മറന്നുപോയി. ക്ഷമിക്കണം. സിസ്റ്റർ അമ്മേ, മിനിമോൾക്ക് തീരെ സുഖമില്ല. അവള് ഭക്ഷണവും മരുന്നും ഒന്നും കഴിക്കുന്നില്ല. സിസ്റ്റർ അമ്മയെ കാണണമെന്ന് പറഞ്ഞ് കരയുന്നു. സിസ്റ്റർ അമ്മ വീട് വരെ ഒന്ന് വരണം. ചേട്ടൻ ഒരു നിമിഷം ഒന്ന് നിൽക്കണം. ഞാൻ മാതാവിന്റെ അടുത്ത് പോയി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വരട്ടെ. ചേട്ടൻ വിഷമിക്കേണ്ട, മിനിമോൾക്കൊന്നും സംഭവിക്കുകയില്ല. ചേട്ടൻ ധൈര്യമായിട്ട് പോയിക്കോ. ഞാൻ വൈകിട്ട് വന്ന് മോളെ കണ്ടോളാം. ആ ചേട്ടാ, മോളുടെ കയ്യിൽ ഈ കൊന്ത കൊടുത്ത് പ്രാർത്ഥിക്കാൻ പറയണം. അൽഫോൻസ, തിരക്കാണെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ ഇറങ്ങട്ടെ. പിന്നെ ഒരു ദിവസം വന്ന് കണ്ടോളാം. അൽഫോൻസായ്ക്ക് ഇന്നും ഒത്തിരി വിസിറ്റേഴ്സ് ഉണ്ടല്ലോ. ഇത് ആരൊക്കെയാണ് വന്നിരിക്കുന്നത്? എന്തായാലും അൽഫോൻസ ഈ മഠത്തിൽ വന്നതിന് ശേഷം ഒത്തിരി പേര് വരുന്നുണ്ട്. എല്ലാം നല്ലതിനായിരിക്കാം. അമ്മേ, ഇതെന്റെ സഹപാഠികളാണ്. ഇത് ലക്ഷ്മി, അത് തൊമ്മിച്ചൻ.
കുട്ടിക്കാലം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. നിങ്ങൾ സംസാരിച്ചിരിക്കെ ഞാൻ ചാപ്പലിലേക്ക് പോകുന്നു. ആ അൽഫോൻസ, പുറത്ത് കുറച്ച് കുട്ടികൾ അൽഫോൻസയെ കാണാൻ നിൽപ്പുണ്ട്, മറക്കണ്ട. ശരി അമ്മേ. കൂട്ടുകാരിക്ക് എന്താണ് പറയാനുള്ളത്? ആ മുഖത്ത് ഒരു ദുഃഖം ഞാൻ കാണുന്നു. എന്താണ് കാര്യം? ഈ നിൽക്കുന്ന തൊമ്മിച്ചനാണ് അൽഫോൺസാമ്മയോട് സംസാരിക്കാനുള്ളത്. കേട്ടപ്പോൾ എനിക്കും വിഷമം തോന്നി. അതാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്നത്. തൊമ്മിച്ചൻ തന്നെ എല്ലാം പറയും. അൽഫോൻസാമ്മേ, എനിക്ക് ഒരു സഹോദരനുണ്ട്. അവന്റെ പേര് ചാണ്ടി. എന്നെക്കാളും 2 വയസ്സിന് മൂത്തതാണ്. കുറച്ചു നാളുകളായി അവൻ മദ്യത്തിന് അടിമയാണ്. വീട്ടിലും പുറത്തുമൊക്കെ അവൻ ഭയങ്കര ശല്യമാണ്. പല നേർച്ച കാഴ്ചകൾ നടത്തിയിട്ടും ഒരു മാറ്റവുമില്ല. പള്ളിയെയും പട്ടക്കാരെയും അവന് ഭയങ്കര വെറുപ്പാണ്. അതുകൊണ്ട് തന്നെ ഇളയ പെങ്ങളുടെ വിവാഹവും നടക്കുന്നില്ല. സിസ്റ്റർ ഒന്ന് അവന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കാൻ കൂടിയാണ് ലക്ഷ്മിയുടെ കൂടത്തിൽ ഞാനും കൂടി വന്നത്. അൽഫോൻസാവ പ്രാർത്ഥിച്ച് പലരുടെയും അസുഖം സുഖപ്പെട്ടു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. തീർച്ചയായും ഞാൻ പ്രാർത്ഥിക്കാം. അല്ല, തൊമ്മിച്ചന്റെ സഹോദരൻ ഇപ്പോൾ എവിടെയുണ്ട്? അവനെ ഞാൻ കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ട്. അവന്റെ കൂത്താട്ടമാ ആ കേൾക്കുന്നത്. സിസ്റ്റർ അവന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചനുഗ്രഹിക്കും. സഞ്ചാരി ആളങ്ങൾ കണ്ണി ഭയപ്പെടേണ്ട, കാറ്റിനെയും കടലിനെയും നിയന്ത്രിക്കാൻ കഴിവുള്ളവനെവിടെയുണ്ട്? കാറ്റിനെയും കടലിനെയും നിയന്ത്രിക്കാൻ കഴിവുള്ള എവിടെയുണ്ട്? ഇതായത് മാലാ കുഞ്ഞു, ക്ഷമിക്കണം. തൊമ്മിച്ച, നീ എന്നെ എവിടെയാടാ കൊണ്ടുവന്നിരിക്കണേ? ഏത് പാതാളത്തിലാടാ നീ എന്നെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കണേ? ഞാൻ വിചാരിച്ചു നീ എന്നെ ഏതെങ്കിലും ഷാപ്പിലേക്കായിരിക്കും കൊണ്ടുപോണേന്ന്. നിനക്ക് ഞാൻ തരാടാ, നിനക്ക് ഞാൻ തരാം. തൊമ്മിച്ചന്റെ വിഷമം എനിക്ക് മനസ്സിലാകും. സമൂഹത്തെയും കുടുംബത്തെയും തകർക്കുന്ന ഒരു വിഷമാണ് മദ്യം. നമ്മൾ സ്വയം നിയന്ത്രിക്കാതെ ഈ ശീലം മാറ്റിയെടുക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. തൊമ്മിച്ചന്റെ സഹോദരനു വേണ്ടി ഞാൻ ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കാം. നിങ്ങളും പ്രാർത്ഥിക്കുക. ഫലം കിട്ടാതെ വരില്ല. സർവശക്തനായ ദൈവം നിങ്ങളുടെ അപേക്ഷ നിരസിക്കുകയില്ല. എന്റെ പ്രാർത്ഥന എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. എന്റെ യേശുവേ, രക്ഷിക്കണേ. നിങ്ങൾ സമാധാനമായി പോയിക്കൊള്ളുക. മാതാവ് നിങ്ങളെ കാത്തുകൊള്ളും. അല്ല, ഇതെന്താ ഇവിടെ? മന്ത്രവാദവും തുടങ്ങിയോ? എല്ലാം ഞാൻ കേട്ടു. എത്രയാണ് ഫീസ്? ദേ, ഈ മണത്തിനൊരു നിലയും വിലയും ഉണ്ട്. ഞാനിത് എന്തായാലും മദറിനോട് പറഞ്ഞു കൊടുക്കും. സിസ്റ്റർ എന്തൊക്കെയാണ് ഈ വിളിച്ചു പറയുന്നത്? ആ വന്നത് അൽഫോൺസയുടെ കൂട്ടുകാരല്ലേ? സിസ്റ്റർ ഇങ്ങനെയൊന്നും പറഞ്ഞുകൂടാ. നമ്മളൊക്കെ ദൈവത്തിന്റെ മണവാട്ടികളല്ലേ? സിസ്റ്റർ, അവർ എന്നെ കാണാനും എന്റെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടാനും വേണ്ടി വന്നതാണ്. ഇയാൾ ആരാ പ്രാർത്ഥിക്കാൻ? ഓ, ഒരു കൊച്ചു ദേശീയ പുണ്യാളത്തിൽ വന്നിരിക്കുന്നു. അൽഫോൺസ വിഷമിക്കണ്ട. സിസ്റ്ററുടെ സ്വഭാവം അൽഫോൺസയ്ക്ക് അറിയാമല്ലോ. അതൊന്നും സാരമില്ല സിസ്റ്റർ. അൽഫോൺസ് സിസ്റ്ററെ, അയ്യോ, സിസ്റ്ററുടെ മുഖം എന്താ വാടിയിരിക്കുന്നേ? സിസ്റ്റർ കരയുവാണോ? ആരാ പറഞ്ഞേ ഞാൻ കരയുകയാണെന്ന്? ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ സിസ്റ്ററെ, പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കരഞ്ഞ
എങ്ങനെ പ്രാർത്ഥിക്കുന്നു? കരഞ്ഞു പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ മനസ്സിരുത്തി ഏകാഗ്രതയോടുകൂടി ദൈവവുമായി സംസാരിക്കണം. അപ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. അപ്പോ സിസ്റ്ററെ, കുരിശ് വരയ്ക്കുമ്പോൾ നമ്മൾ TV കാണുന്നതും ഫോണ് ചെയ്യുന്നതും ഒക്കെ തെറ്റല്ലേ? പുറമേ നമ്മൾ എന്തൊക്കെ കാണിച്ചിട്ടും നമ്മുടെ മനസ്സിൽ സ്നേഹമില്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചതുകൊണ്ടും ദിവസവും പള്ളിയിൽ പോയി കുർബാന കൂടിയതുകൊണ്ടും ഒരു പ്രയോജനവുമില്ല. അൽഫോൻസ സിസ്റ്ററെ! അയ്യോ ചാക്കോ ചേട്ടാ, ഞാൻ ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു. അപ്പോഴാണ് കുട്ടികൾ വന്നത്. അല്ല, മിനിമോളെ കണ്ടാൽ ഇപ്പോൾ അസുഖമൊന്നുമുള്ളതായി തോന്നുന്നില്ലല്ലോ. സിസ്റ്ററമ്മ തന്ന കൊന്ത കൊച്ചിന്റെ കയ്യിൽ കൊടുത്ത് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. ഞാൻ പുറത്തേക്ക് പോയി തിരിച്ചു വന്നപ്പോൾ എന്റെ കൊച്ചു പുറത്ത് കളിക്കുന്നതാണ് ഞാൻ കണ്ടത്. സിസ്റ്റർ പ്രാർത്ഥിച്ചതുകൊണ്ടാണ് എന്റെ കൊച്ചിന്റെ അസുഖം മാറിയത്. തീർച്ചയായും സിസ്റ്ററമ്മ ഒരു പുണ്യവതിയാകും, എനിക്ക് ഉറപ്പുണ്ട്. ആര് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും. നമ്മുടെ പാപങ്ങൾ കാരണം കുരിശിലേറി മരിച്ച് ഉത്ഥാനം ചെയ്ത ആ ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പച്ച, തീർച്ചയായും ഈ സിസ്റ്റർ ഒരു പുണ്യവതിയാകും. ഞങ്ങൾക്കെല്ലാം പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടാൻ കാരണം ഈ അൽഫോൻസ സിസ്റ്റർ പ്രാർത്ഥിച്ചത് കൊണ്ടാണ്. അതാ പള്ളിമണി അടിച്ചല്ലോ. വരൂ, നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ മാതാവേ, ഞങ്ങളുടെ ഹൃദയം നിനക്കിഷ്ടമുള്ള ഒരു പൂങ്കാവനമായി മാറ്റണമേ. സഹനത്തിന്റെ പാതയിലൂടെ നടക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. അൽഫോൻസ സിസ്റ്ററിനെ കാണാൻ ലക്ഷ്മിയും തോമച്ചനും കൂടി വന്നിട്ടുണ്ട്. കൂട്ടത്തിൽ അന്ന് വന്ന ആ കുടിയനും ഉണ്ടെന്ന് തോന്നുന്നു. സിസ്റ്ററെ, എന്റെ സഹോദരന്റെ മദ്യപാനം മാറി. ചേട്ടൻ എന്റെ കൂടെ വന്നിട്ട് ഇപ്പോൾ പള്ളിയിൽ പോവുകയും സന്ധ്യാപ്രാർത്ഥനയ്ക്ക് കൂടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ദൈവമേ, അങ്ങ് എത്ര വലിയവനാണ്. എല്ലാം സിസ്റ്ററമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമാണ്. അൽഫോൻസ സിസ്റ്റർ ജീവിച്ചിരിക്കുന്ന ഒരു പുണ്യവതിയാണ്. ഒത്തിരി നന്ദിയുണ്ട് സിസ്റ്ററെ. സിസ്റ്ററമ്മ എന്നോട് ക്ഷമിക്കണം. മദ്യത്തിന്റെ ലഹരിയിൽ ഞാൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി. ഇപ്പോഴാണ് എന്റെ കണ്ണു തുറന്നതും ദൈവസ്നേഹം അനുഭവിക്കുന്നു. അതിന് കാരണം സിസ്റ്ററമ്മയും എന്റെ അനുജനും പിന്നെ ഈ നിൽക്കുന്ന ലക്ഷ്മിയുമാണ്. എല്ലാവരോടും ഞാൻ മാപ്പ് ചോദിക്കുന്നു. എനിക്ക് വേണ്ടി തുടർന്നും സിസ്റ്ററമ്മ പ്രാർത്ഥിക്കണം. എന്റെ പ്രാർത്ഥനയും അനുഗ്രഹവും എപ്പോഴും ഉണ്ടായിരിക്കും. എല്ലാ മദ്യപാനികൾക്കു വേണ്ടി തുടർന്നും ഞാൻ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കും. സിസ്റ്റർ അൽഫോൻസ ഈ മഠത്തിൽ വന്നതിന് ശേഷം എന്തെല്ലാം നല്ല കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അൽഫോൻസ സിസ്റ്റർ, എനിക്ക് മാപ്പ് തരണം. സിസ്റ്ററെ മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ. ഞങ്ങളുടെ ഇടയിൽ ജീവിച്ചിരിക്കുന്ന പുണ്യവതിയാണ് നിങ്ങൾ. സിസ്റ്റർ പ്രാർത്ഥിക്കുമ്പോൾ ഈ പാപിക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കണം. എന്നെ ശപിക്കല്ലേ സിസ്റ്ററെ. അയ്യോ, അങ്ങനെയൊന്നും പറയാതെ സിസ്റ്ററെ. നമ്മളെല്ലാം ദൈവത്തിന്റെ മണവാട്ടികളല്ലേ. സമൂഹത്തിൽ സൗരഭ്യം പരത്തുന്ന സ്നേഹപൂക്കളായിരിക്കണം നമ്മൾ. സ്നേഹം നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ഈ സമൂഹത്തെ സേവിക്കാം. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് ഫലം പുറപ്പെടുവിക്കുകയില്ലല്ലോ. അത് അലിഞ്ഞു ചേർന്നാലല്ലേ അതിന്റെ ഫലം കിട്ടുകയുള്ളൂ. സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവരെയും സ്നേഹം ആഗ്രഹിക്കുന്നവരെയും നമുക്ക് ചേർത്ത് പിടിക്കാം. ദൈവം എല്ലാവരെയും ഈ ഇടവകയെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അൽഫോൻസാമേ, ഞങ്ങൾക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കണമേ. സഭയുടെ അഭിമാനമേ, വിശുദ്ധയാ
2 വാക്ക് ഇവർക്ക് നന്ദി പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന വലിയൊരു അതിക്രമമാവും. അതുകൊണ്ട് ഞാൻ പറയുന്നു, തൊമ്മിച്ചനായിട്ട് അഭിനയിച്ചത് സ്റ്റീഫൻ, റോണി സിസ്റ്റർ, ദെൻ ദിയ മോള്, ദെൻ ലോറ, ദെൻ സോണിയ സഞ്ജു, ദെൻ ഷീബ അലോഷ്യസ്, അൽഫോൻസയായിട്ട് നമ്മുടെ രശ്മി കാവുക്കാട്ട്, നേത്തൻ, ദെൻ സാം, ദെൻ ദേവി, ദെൻ പോളച്ചൻ. ഇത്രയും ആൾക്കാർ വളരെ അവരുടെ സമയവും അവരുടെ ജോലിയും കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടാണ് പല പ്രാവശ്യവും സ്കിറ്റും നമ്മുടെ പ്രാക്ടീസൊക്കെ നടത്തിയത്. പല ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു, എങ്കിലും അവർ ആത്മാർത്ഥമായിട്ട് തന്നെ അതിനുവേണ്ടി പ്രയത്നിച്ചു. അവർ നന്നായിട്ട് ചെയ്തു എന്നാണ് എന്റെ വിശ്വാസം. അൽഫോൻസാമ്മയുടെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. ഇത്രയും നേരം നിങ്ങൾ ഈ പരിപാടി അക്ഷമരായിട്ട് കണ്ട് അവരെ അനുഗ്രഹിച്ചതിന് ഞാൻ നന്ദിയുടെ ഒരൊറ്റ വാക്കിൽ ഞാൻ നിർത്തുകയാണ്. എല്ലാവർക്കും നല്ലൊരു സായാഹ്നം ആശംസിക്കുന്നു.